ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കൈലാസനാഥൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണേ. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ദധീചി മഹർഷിയുടെ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുന്ന സതിയെ കാണിച്ചുകൊണ്ടാണല്ലോ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ദധീചി മഹർഷിയോട് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് മൂർത്തി വിഗ്രഹം പ്രവേശിക്കാത്തത് എങ്കിൽ എന്തുകൊണ്ടത് തടയപ്പെട്ടില്ല എന്ന് ചോദിക്കുന്ന സതിയോട് പ്രജാപതി നിശ്ചയിച്ചിരിക്കുന്ന നാരായണയജ്ഞവും ഫലം കാണില്ല എന്ന് ദധീചി മഹർഷി പറയുന്നു. അങ്ങനെ എന്താണ് ആ മൂർത്തി വിഗ്രഹത്തെ അപൂർണമാക്കിയിരിക്കുന്നതെന്ന് സതി ചോദിക്കുമ്പോൾ ദധീചി മഹർഷി സതിയെ മഹാശിവലിംഗത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ആ മൂർത്തി വിഗ്രഹത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ ശിവലിംഗത്തിൽ സ്പർശിച്ചാൽ സതിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് ദധീചി മഹർഷി പറയും. ശേഷം സതിയും കണ്ണുകൾ അടച്ച് അപ്രകാരം ചെയ്യുന്നതോടെ വിഷ്ണുവിന്റെ വിഗ്രഹം സതിക്ക് ദർശനമാകുന്നു. ബ്രഹ്മാവും വിഷ്ണുവും ചേർന്ന വിഗ്രഹത്തിന്റെ അരികിലായി ഒരു ചെറിയ ശിവലിംഗം കൂടി പ്രത്യക്ഷമാവുകയും വിഷ്ണു ഭഗവാൻ അങ്ങനെ പ്രസാദിക്കുന്നതായും കാണുന്നതോടെ സതി കണ്ണുകൾ ഞെട്ടി തുറന്നുകൊണ്ട് ശിവലിംഗത്തിൽ നിന്ന് കൈകളെടുക്കുന്നു. ബ്രഹ്മാവ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും വിഷ്ണു സംരക്ഷണം ആകുന്നതുപോലെ ദേവാദിദേവനായ ഭഗവാൻ ശിവൻ പ്രപഞ്ചത്തിന്റെ സംഹാരകനുമാണ്. ആ വിഗ്രഹത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ഉണ്ട്, എന്നാൽ ശിവനില്ല. ദൈവത്തിന്റെ ദിവ്യ നിയമങ്ങളിൽ കൈകടത്തുന്നവൻ ഒന്നുകിൽ അജ്ഞനായിരിക്കണം, അല്ലെങ്കിൽ മൂഢൻ, അതുമല്ലെങ്കിൽ മനസ്സിൽ ജ്ഞാനത്തിന്റെ അഹങ്കാരം നിറഞ്ഞിരിക്കണമെന്നും ദധീചി മഹർഷി പറയുന്നു. ഇത് കേൾക്കുന്ന സതിക്ക് ദേഷ്യം വരും. പിതാവിനെ വാക്കുകൾ കൊണ്ടുപോലും അധിക്ഷേപിക്കുന്നത് എനിക്ക് സ്വീകാര്യമല്ലെന്ന് സതിയും പറയുന്നു. സ്വീകാര്യമല്ലാത്തതുകൊണ്ട് അസത്യം സത്യമാകില്ല. മൂർത്തി വിഗ്രഹത്തിൽ ശിവലിംഗത്തിന് അർഹമായ സ്ഥാനം നൽകിയില്ലെങ്കിൽ പ്രജാപതി ദക്ഷനാൽ ആ മൂർത്തി പ്രതിഷ്ഠ ഒരിക്കലും സാധ്യമാകില്ലെന്ന് ദധീചി മഹർഷിയും പറയുന്നു. എന്നാൽ മഹർഷിയുടെ വാക്കുകൾ സത്യമാകണമെന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് സതി അവിടെ നിന്നും പോകാനൊരുങ്ങുന്നു. പെട്ടെന്ന് അവിടേക്ക് കടന്നുവരുന്ന ദധീചി മഹർഷിയുടെ പത്നി സുവർച്ച സതിക്ക് കുറച്ച് പാരിജാത പുഷ്പങ്ങൾ സമ്മാനിക്കുന്നു. ശേഷം സതി തന്റെ കൈവശമുണ്ടായിരുന്ന രുദ്രാക്ഷം അവിടെ ഉണ്ടായിരുന്ന ശിവലിംഗ വിഗ്രഹത്തിനടുത്തായി ഉപേക്ഷിച്ച ശേഷം സ്വയം മനസ്സിലാക്കുവാനും ഭ്രമിതയാകുവാനും ഇങ്ങനെ ദിശ തെറ്റി കറങ്ങേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. കറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, ഇനി സ്വയം ഉണരുവാനുള്ള സമയമാണ്. എന്നാണോ ആ രുദ്രാക്ഷം സതി സ്വീകരിക്കുന്നത്, അതുവരെ ആ രുദ്രാക്ഷം ജീവിതത്തിന്റെ ഓരോ മാർഗവും സതിയിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുമെന്നും ദധീചി മഹർഷി സതിയോടായി വിളിച്ചു പറയുന്നു. അടുത്ത സീനിൽ ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് പാരിജാത പുഷ്പവുമായി എത്തുന്ന സതിയെയാണ് കാണിക്കുന്നത്. പുഷ്പങ്ങൾ ലഭിക്കുന്നതോടെ ദക്ഷൻ നാരായണയജ്ഞം ആരംഭിക്കുന്നു. ഈ സമയം സതി നേരെ ശില്പിയുടെ അടുത്തേക്ക് വരുന്നു. തന്റെ പിതാവ് പറഞ്ഞതുകൊണ്ടാണോ ശില്പത്തിൽ ശിവലിംഗം സ്ഥാപിക്കാഞ്ഞത് എന്നും ശിവലിംഗം സ്ഥാപിക്കാഞ്ഞതുകൊണ്ട് തന്നെയാണോ മൂർത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാഞ്ഞത് എന്നും ശില്പിയോട് ചോദിക്കുന്നു. പിതാവ് പറഞ്ഞതുകൊണ്ടാണ് ശിവലിംഗം സ്ഥാപിക്കാഞ്ഞതെന്നും മൂർത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാത്തതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടാകും, എന്നാൽ അതൊന്നും എനിക്ക് അറിയില്ലെന്നുമാണ് ശില്പി പറയുന്നത്. കൂടാതെ ശില്പത്തിൽ സ്ഥാപിക്കാൻ അദ്ദേഹം കരുതിയിരുന്ന ശിവലിംഗം സതിക്ക് നേരെ നീട്ടി ശില്പത്തിൽ ഉചിതമായ സ്ഥലത്ത് ഇത് സ്ഥാപിക്കുവാനും ശില്പി പറയുന്നു. എന്നാൽ സതി അതിന് തയ്യാറാകുന്നില്ല. അപ്പോഴേക്കും നാരായണയജ്ഞം കഴിഞ്ഞ് മൂർത്തി വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദക്ഷൻ ആജ്ഞാപിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും മൂർത്തി വിഗ്രഹം ഒരിഞ്ച് പോലും ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന സതിയോട് സത്യാവസ്ഥ അറിയാമായിരുന്നിട്ട് പിതാവിന്റെ അഭിമാനം രക്ഷിക്കാത്തത് എന്താണ്? അത് ഒരു മകളുടെ കർമ്മമാണ്. മൂർത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുന്നത് പിതാവിന് അപമാനമാകുമെന്നൊക്കെ ശില്പി പറയുന്നു. ഇത് കേൾക്കുന്ന സതി ആ ശിവലിംഗം ശില്പിയുടെ കയ്യിൽ നിന്നും വാങ്ങി ആരും കാണാതെ വിഗ്രഹത്തിൽ സ്ഥാപിക്കുന്നു. അത്ഭുതമെന്നോണം മൂർത്തി വിഗ്രഹം അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അതോടെ സതിക്കും ഏറെക്കുറെ കാര്യങ്ങളിൽ വിശ്വാസം വരുന്നു. എന്നാൽ മൂർത്തിയുടെ അടുത്തേക്ക് വരുന്ന ദക്ഷൻ ശിവലിംഗം കണ്ട് ക്ഷുഭിതനാകുന്നു. ആരാണ് അതവിടെ കൊണ്ടുവച്ചത് എന്ന് ചോദിച്ച് ദക്ഷൻ അലറും. ക്ഷേത്രത്തിനുള്ളിൽ മൂർത്തി വിഗ്രഹത്തിൽ ശിവലിംഗം കാണുന്നതോടെ എല്ലാവരും ഒരു നിമിഷം നിശ്ചലമാകും. എന്നാൽ ധൈര്യത്തോടെ സതി അത് ഞാനാണ് ചെയ്തതെന്ന് ദക്ഷനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ദക്ഷൻ ഞെട്ടിപ്പോകും. കാരണം ശിവനെക്കുറിച്ചോ ശിവന്റെ ആചാരങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ അറിയിക്കാതെയാണ് ദക്ഷൻ അതുവരെ സതിയെ വളർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ സ്നേഹത്തെയും വിശ്വാസത്തെയും മറികടന്ന് സതി അങ്ങനൊരു പ്രവൃത്തി ചെയ്യുമെന്ന് ദക്ഷന് അവിശ്വസനീയമായിരുന്നു. താൻ പഠിപ്പിച്ച വിശ്വാസങ്ങളെ മറക്കാൻ മാത്രം ആരാണ് സതിയുടെ മനസ്സിൽ ദുഷ്ചിന്തകൾ വളർത്തിയതെന്ന് ചോദിച്ച് ദക്ഷൻ അലറുമ്പോഴേക്കും ദധീചി മഹർഷിയും കൂട്ടരും കൊട്ടാരത്തിലേക്ക് എത്തുന്നു. ആദരവോടെ തന്നെ ദക്ഷൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുമെങ്കിലും തന്റെ പുത്രിയുടെ മനസ്സിൽ സങ്കുചിത ചിന്ത വളർത്തി അവളെ ഭ്രമിപ്പിച്ചത് ശരിയായില്ല എന്ന് ദക്ഷൻ ദധീചിയോട് പറയുന്നു. സങ്കുചിത ചിന്താഗതിയുള്ളതും ഭഗവാൻ ശിവനെയും അദ്ദേഹത്തിന്റെ ആരാധനയും നിഷേധിക്കുന്നതും ദക്ഷനാണെന്ന് ദധീചി മഹർഷിയും പറയുന്നു.
എൻ്റെ പിതാവായ ബ്രഹ്മാവിൻ്റെ പൂജാനുഷ്ഠാനങ്ങൾ സദാ മുടക്കുന്നയാളാണ് ശിവൻ. പിതാവിൻ്റെ അപമാനം പുത്രന്മാർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണെന്നും ദക്ഷൻ പറയുമ്പോൾ ശിവമാഹാത്മ്യം പൂജിക്കാതെ നിഷേധിക്കാനാണോ ദക്ഷൻ്റെ ഉദ്ദേശമെന്ന് ദധീചി മഹർഷിയും ചോദിക്കുന്നു. ശിവൻ അതിന് പൂജ്യനാണെന്ന് എനിക്കൂടെ തോന്നണ്ടേ എന്നാണ് ദക്ഷൻ പറയുന്നത്. ശേഷം സതിയോടായി ശിവൻ ആരാണെന്ന് പറയാതെ നിന്നെ വളർത്തിയത് എൻ്റെ തെറ്റാണ്, അതിനി മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. ശ്മശാനത്തിൽ വസിക്കുന്നവനും മധുപാനാസക്തനും ഭൂത അസുര അഘോരികളുടെ കൂടെ ഉന്മത്തനായി ആടിപ്പാടി നടക്കുന്നവനുമാണ് ശിവൻ. അത്തരത്തിലുള്ള ഒരു ജീവിയെ എങ്ങനെയാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ദക്ഷൻ പറയുന്നു. അങ്ങനെയെങ്കിൽ അങ്ങയുടെ ദൈവമായ മഹാവിഷ്ണുവിന് എങ്ങനെയാണ് ഇതേ ശിവൻ ഏറെ പ്രിയപ്പെട്ടവനായത്? ശിവലിംഗത്തിന്റെ അഭാവത്തിൽ മഹാവിഷ്ണു എങ്ങനെയാണ് മൂർത്തി പ്രതിഷ്ഠ സ്വീകരിക്കാതിരുന്നത് എന്നും വ്യക്തമാക്കണമെന്ന് ദധീചി മഹർഷി ആവശ്യപ്പെടുന്നു. അങ്ങനെ പലതും പറഞ്ഞ് രണ്ടുപേരും വലിയൊരു തർക്കം നടക്കുന്നു. മഹാദേവനെ പ്രസാദിപ്പിക്കുവാൻ വളരെ ലളിതമാണ്, അതിന് ഒരു കൂവളത്തിന്റെ ഇല മാത്രം മതിയെന്ന് ദധീചി മഹർഷി പറയുന്നതോടെ അതൊന്ന് പരീക്ഷിക്കുവാൻ ദക്ഷനും തയ്യാറാകുന്നു. കൂവളത്തില കൊണ്ടുവന്ന് സതിയുടെ നേർക്ക് നീട്ടിയ ശേഷം എല്ലാവരും ഭഗവാൻ എന്ന് കരുതുന്ന ശിവനെ ഇപ്പോൾ തന്നെ നീ വിളിക്കുവാനും ആവശ്യപ്പെടും. എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്ന് നിൽക്കുകയാണ് സതി. ഇത് മനസ്സിലാക്കുന്ന ദധീചി മഹർഷി മുന്നോട്ട് വന്ന് കൂവളത്തില വാങ്ങിയ ശേഷം സതിയുടെ കൈകളിലേക്ക് കൊടുത്ത് സ്വച്ഛമായ മനസ്സോടെ ഭഗവാനെ ധ്യാനിക്കുവാനായി പറയുന്നു. ആദ്യം മടിക്കുമെങ്കിലും സതി ഇരു കൈകളും നീട്ടി ഭക്തിയോടെ കൂവളത്തില വാങ്ങുകയും ആത്മാർത്ഥമായി തന്നെ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇത് കാണുന്ന ദക്ഷന് ഒന്നുകൂടി കലി കയറും. എല്ലാവരും അത്ഭുത സ്തബ്ധരാകുകയും ചെയ്യുന്നു. അല്പനേരത്തിന് ശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷനാകുകയും ചെയ്യും. ദക്ഷൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. സതിയും ആകെ ഞെട്ടിപ്പോകുന്നു. ദധീചി മഹർഷിയോടൊപ്പം ഉണ്ടായിരുന്ന മഹർഷിമാർ മഹാദേവനെ കണ്ട സന്തോഷത്തിൽ അവിടമാകെ ഭസ്മം വിതറുകയും ആനന്ദ നൃത്തമാടുകയും ചെയ്യുന്നു. അതിനിടയിലൂടെ കടന്നുവരുന്ന സതി അങ്ങനെ ആദ്യമായി ശിവഭഗവാനെ ദർശിക്കുന്നു. സ്വയം മറന്ന സതി ഭഗവാനെ തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു. ആത്മനിർവൃതിയാൽ ഭഗവാനെ നോക്കി നിൽക്കുന്ന സതിയുടെ കണ്ണുകളിൽ നിന്ന് അവൾ പോലും അറിയാതെ ആനന്ദാശ്രുക്കൾ പൊഴിയുന്നത് കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഒന്ന് കമന്റായി നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ. അടുത്ത എപ്പിസോഡുമായി ഉടൻ വരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ. വീണ്ടും കാണാം.